എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിസറൽ ഫാറ്റിനെ കുറിച്ച് കൂടുതൽ പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ അറിയുന്നതിനേക്കാൾ അപ്പുറം അറിയാത്ത സംഭവങ്ങൾ ഒരുപാട് ഇതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ വിസറൽ ഫാറ്റ് ഉണ്ടാകാനുള്ള കാരണമെന്ന് നമ്മൾ കൺവെൻഷനലായിട്ട് പറയുന്നത്, ഒന്നാമത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചെലവാക്കുന്ന എനർജിയെക്കാളും കൂടുതൽ എനർജി ഡെൻസ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന അനുസരിച്ചുള്ള വ്യായാമം നമുക്കില്ല എന്ന് സാരം. രണ്ടാമത്തേത്, നമ്മൾക്ക് വ്യായാമമില്ല, നമ്മളൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നത്, നമ്മൾ വ്യായാമം കുറവാണ് എന്നുള്ളതാണ്. മൂന്നാമത് പറയുന്നത് നമുക്ക് സ്ട്രെസ് കൂടുതലാണ് എന്ന്. സ്ട്രെസ് കൂടുതൽ ആണ് എന്നുള്ളത്, ഇതെല്ലാം ഒന്നിച്ചു വരണം എന്നില്ല. സ്ട്രെസ് കൂടുതലാണെങ്കിലും നമുക്ക് വിസറൽ ഫാറ്റ് വരാം. സ്ട്രെസ് കൂടുതലാകുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടുമ്പോൾ നമ്മൾക്ക് ഇൻസുലിനും ഒക്കെ കൂടും, നമ്മൾ ഫാറ്റ് ബേണിങ്ങും ഗ്ലൈക്കോജനൊക്കെ ബേൺ ചെയ്യുന്നത് കുറയും, ഇൻസുലിൻ കൂടിയിരിക്കും. അത് കാരണം ഹോർമോൺസ് ഒക്കെ വേറൊരു ബാലൻസിലേക്ക് പോകും, അത് കാരണം നമുക്ക് വിസറൽ ഫാറ്റ് ഉണ്ടാകും. നാലാമത് പറയുന്നത്, സ്ട്രെസ് ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം സ്ലീപ്പ് ഡിപ്രിവേഷനാണ്. നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങിയില്ല എങ്കിൽ, പറയുന്നുണ്ട്, ഒരു ഫുൾ നൈറ്റ് സ്ലീപ്പ് ഇല്ലാതെ 2-3 ദിവസം ഇരിക്കുമ്പോൾ തന്നെ ടെമ്പററി ആയിട്ട് നമ്മുടെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകും എന്ന് പറയപ്പെടുന്നു. അപ്പൊ സ്ലീപ്പ് വളരെ വളരെ പ്രധാനമാണ്. ഇപ്പൊ സ്ട്രെസ്സും സ്ലീപ്പും. പിന്നെ പറയുന്ന ഒരു കാര്യമാണ് ജനറ്റിക്സ്. നമ്മുടെ ജനറ്റിക്സ് കൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ വിസറൽ ഫാറ്റ് ഉണ്ടാകാനുള്ള ഒരു തരത്തിലുള്ള ജീൻസ് ആയിരിക്കും നമുക്കുള്ളത്. നമ്മൾ കൂടുതൽ വിസറൽ ഫാറ്റ് ഉണ്ടാകുന്ന ആളുകളാവാം. അപ്പൊ ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗൻസിന്റെ പുറത്ത് മാത്രമല്ല, ഓർഗൻസിന്റെ ഓരോ സെല്ലിനകത്തും, മസിലിന്റെ ടിഷ്യൂവിന്റെ ഓരോ സെല്ലിനകത്തും ഒക്കെ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഫാറ്റ് ഉള്ളപ്പോൾ ഓൾറെഡി എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിറഞ്ഞിരിക്കുന്ന ഒരു റെഫ്രിജറേറ്റർ പോലെയാണ് ഓരോ സെല്ലും. അപ്പൊ പിന്നെയും വെല്ലം കൊണ്ടിരുന്നാൽ വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ കതക് തുറക്കുന്നില്ല. ഇതാണ് അതിന്റെ സം ആൻഡ് സബ്സ്റ്റൻസ്. അപ്പോൾ ഈ വിസറൽ ഫാറ്റ് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ ഈ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾക്ക് ഈ കാരണങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണ് നമുക്ക് വിസറൽ ഫാറ്റ് കുറയ്ക്കാനുള്ള മാർഗം. അതായത് കഴിക്കുന്ന ഭക്ഷണം മോഡിഫൈ ചെയ്യുക. നമ്മൾ കൂടുതലായിട്ട് സ്റ്റാർച്ചസ് ആ കഴിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് വേറെ ഞാൻ വായിച്ച ചില കാര്യങ്ങൾ, നമ്മൾക്ക് ആഡിക്വേറ്റ് പ്രോട്ടീൻ ഇല്ല എങ്കിലും, ആഡിക്വേറ്റ് ഫൈബർ ഓഫ് ഓൾ സോർട്ട്സ് ഇല്ല എങ്കിലും നമുക്ക് വിസറൽ ഫാറ്റ് കൂടും എന്നാണ്. നമ്മൾക്ക് പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കഴിച്ചാലും നമുക്ക് തൃപ്തി വരികയില്ല. കാരണം നമ്മളുടെ ബോഡി ഈസ് ക്രേവിങ് ഫുഡ്, ബോഡിക്ക് പ്രോട്ടീൻ വേണം. പക്ഷേ അപ്പൊ അത് നമ്മളോട് ഇനിയും കഴിക്കുന്ന പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, വഴിയിലിരിക്കുന്നതൊക്കെ തരും. സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. പിന്നെ നമുക്ക് ഫൈബർ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾനെസ് വരും. പിന്നെ ഫൈബറിന് വേറെ പല കാര്യങ്ങളും അതിലുണ്ട്. PCOD, PCOS ഒരു ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ്. ഫീമെയിൽ ഹോർമോൺസ് കുറഞ്ഞ് മെയിൽ ഹോർമോൺസ് കൂടും. 40-45 വയസ്സ് കഴിയുമ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് ആൻഡ്രോജൻസ് കൂടാനും മുടി കൊഴിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇവിടെയൊക്കെ മുടി കൊഴിയുന്നതിൻ്റെ പുറത്ത്. അപ്പോൾ ആ PCOD ഉള്ളവർക്ക് വിസറൽ ഫാറ്റ് ഉണ്ട്. PCOD കൊണ്ടാണോ വിസറൽ ഫാറ്റ് ഉണ്ടാകുന്നത്, വിസറൽ ഫാറ്റ് കൊണ്ടാണോ PCOD ഉണ്ടാകുന്നത് എന്നുള്ളത് എനിക്ക് അത്ര വ്യക്തമല്ല ശരിക്കും. അപ്പൊ നമ്മൾക്ക് വിസറൽ ഫാറ്റ് ഉള്ളപ്പോൾ നമ്മളുടെ വിസറൽ ഫാറ്റ് റിലീസ് ചെയ്യുന്ന ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് എന്ന് പറയുന്ന സാധനങ്ങളും നമ്മളുടെ ഓവറിയിലൊക്കെയുള്ള ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുകയും ഓവുലേഷൻ തടയുകയും, അതുപോലെ ആൻഡ്രോജൻസ് കൂടുതൽ, നമുക്ക് ടെസ്റ്റോസ്റ്റെറോൺ ഒക്കെ കൂടുതൽ ഉണ്ടാകുകയും തടിയിലൊക്കെ ചെറിയ രീതിയിൽ രോമം വളരുകയും ഒക്കെ ചെയ്യും. അത് വിസറൽ ഫാറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം എല്ലാ PCODക്കാർക്കും വിസറൽ ഫാറ്റ് ഉണ്ട്. വിസറൽ ഫാറ്റ് ആണോ ഇത് തുടങ്ങാൻ കാരണം എന്ന് ചോദിച്ചാൽ അത് നമ്മൾക്ക് 100% പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഹോർമോൺസ് വെയിൻ ചെയ്യുന്നത്, പ്രായമനുസരിച്ച് കുറയുന്നതും ഒക്കെ ആവാം. ഇനി ഞാൻ മനസ്സിലാക്കിയ മറ്റ് ചില കാര്യങ്ങളാണ് പറയുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഡയറ്റ് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു, നമ്മൾ എക്സസൈസ് കൂട്ടണം. ആദ്യം നമ്മൾ ഫുഡിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഡയറ്റ് ചേഞ്ച് ചെയ്യണം. ഡയറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോട്ടീനും കൂടുതൽ ഫൈബറും
അല്പം ഫാറ്റും ഉൾപ്പെടുത്തണം. എന്തുകൊണ്ടാണ് കൂടുതൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മസിലാണ് നമ്മളുടെ എനർജി സ്റ്റോർ ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റോറേജ് വോൾട്ട് എന്ന് വേണേൽ പറയാം. അപ്പൊ മസിൽ കുറയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മൾക്ക് വിസറൽ ഫാറ്റ് ഒക്കെ കൂടും. കാരണം നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ എനർജി സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ മസിൽ കൂടണം. അപ്പൊ നമുക്ക് എക്സസൈസും വേണം, പ്രോട്ടീനും വേണം. അപ്പൊ അതുകൊണ്ട് പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അത് പയറും ചെറുപയറും എല്ലാം ആകാം. അതിൻ്റെ കൂടെ അരിയും അല്ലെങ്കിൽ ഗോതമ്പും കാണണം എന്നേ ഉള്ളൂ. അതിൻ്റെ ഡയറ്റിന്റെ വേറെ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയാം. രണ്ടാമത്തെ കാര്യം, പ്രോട്ടീൻ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നും. പ്രോട്ടീൻ നമുക്ക് സറ്റൈറ്റി തരും, നമ്മൾക്ക് തൃപ്തി തരും. നമുക്ക് പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഫുള്ളാണ് എന്ന് തോന്നും. അതിന് ഒരു കാരണം, പ്രോട്ടീൻ ദഹിക്കാൻ താമസമുണ്ട്, പ്രോട്ടീൻ ബേൺ ചെയ്യാനും താമസമുണ്ട്. അപ്പൊ പ്രോട്ടീൻ ബേൺ ചെയ്യാൻ താമസം ഉള്ളത് കൊണ്ട് നമ്മളുടെ പ്രോട്ടീൻ്റെ ദഹനം സ്ലോ ആണ്. അതിനെ ദഹിച്ച് വേറെ പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ കുറെ കാലറി നമ്മുടെ ബോഡി അതിന് യൂസ് ചെയ്യും. അതുകൊണ്ട് നെറ്റ് എനർജി സർപ്ലസും കുറവാണ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് പ്രോട്ടീൻ കൂട്ടണം. പക്ഷെ ധാരാളമല്ല. ഒരാൾക്ക് 1 കിലോഗ്രാം ഓഫ് ബോഡി വെയ്റ്റിന് ഐഡിയലി 1 ഗ്രാം ഓഫ് പ്രോട്ടീൻ എങ്കിലും നമ്മൾ കഴിക്കണം. അപ്പോൾ മുട്ട എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ സോഴ്സാണ്. ഒരു മുട്ടയിൽ 6 ഗ്രാം പ്രോട്ടീനാണ് ഉള്ളത്. നമ്മൾ രാവിലെ അപ്പവും മുട്ടക്കറിയും കഴിക്കുമ്പോൾ നമ്മളൊരു സ്റ്റാർച്ച് നിറഞ്ഞ ഒരു അരിയും തേങ്ങയും ഒക്കെ ഇട്ട് അപ്പം കഴിച്ചിട്ട് ഒരു മുട്ട കഴിക്കുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ ആയി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആകത്തില്ല. ആകണമെങ്കിൽ ആ അപ്പത്തിൻ്റെ കൂടെ ധാരാളം വേറെ ബാലൻസ് ചെയ്യാനുള്ള കടലയോ പരിപ്പോ വെല്ലോ ഒക്കെ കാണണം. അതുകൊണ്ട് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു മുട്ട ആയതുകൊണ്ട് പ്രോട്ടീൻ ആകത്തില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഡയറ്റീഷ്യൻസിൻ്റെ ഒക്കെ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പോൾ അത് ഡയറ്റിൽ ചേഞ്ച് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പ്രോട്ടീൻ. രണ്ടാമത്തെ കാര്യമാണ് ഫൈബർ. നമ്മൾക്ക് സോളബിൾ ആൻഡ് ഇൻസോളബിൾ ഫൈബർ വേണം. ഇൻസോളബിൾ ഫൈബർ എന്തിനാണെന്ന് നമുക്കറിയാം. നമ്മുടെ സ്റ്റൂൾസ് ഒക്കെ വെൽ ഫോംഡ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇരിക്കാൻ. ഇൻസോളബിൾ ഫൈബർ വെള്ളം അബ്സോർബ് ചെയ്യും, ദഹിക്കത്തില്ല. അത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ചെയ്യില്ലും. വെള്ളം അബ്സോർബ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം ആൻഡ് റെഗുലർ ആയിട്ട് നമ്മൾക്ക് ബവൽ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇൻസോളബിൾ ഫൈബറിന് വേറെ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇൻസോളബിൾ ഫൈബറും നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയ ഫെർമെന്റ് ചെയ്ത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കും. അത് നമ്മളുടെ ഗട്ടിന്റെ ലൈനിങ്ങിനും മറ്റും വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് കോളൻ ക്യാൻസർ ഒക്കെ വരാതെ കാക്കും. പിന്നെ ഉള്ളത് സോളബിൾ ഫൈബറാണ്. സോളബിൾ ഫൈബറിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഇപ്പോൾ ഞാൻ കണ്ടത് ഇനുലിൻ എന്ന് പറയുന്ന സോളബിൾ ഫൈബറിനെ കുറിച്ചുള്ള റിസർച്ചാണ്. ചിക്കറി റൂട്ട് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിലും ഉള്ളിയിലും ഒക്കെ ഉള്ളതാണ് ഇനുലിൻ. ഈ ചിക്കറി റൂട്ടിൽ നിന്നാണ് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഈ ഉള്ളിയിലൊക്കെ അല്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇനുലിൻ കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഇനുലിൻ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. ഇനുലിൻ കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ച ഫാറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെ ഫാറ്റ് ദഹിപ്പിക്കാനായിട്ട് ബൈൽ എന്ന് പറയുന്ന ഒരു സെക്രീഷൻ ലിവർ വിടുന്നുണ്ടല്ലോ. ബൈൽ കൊളസ്ട്രോളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ബൈൽ വന്നതിൻ്റെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ലിവർ അതിനെ തിരിച്ചു വലിച്ചെടുക്കും. ആ തിരിച്ചു വലിച്ചെടുക്കുന്നതും ഈ സോളബിൾ ഫൈബർ തടയും. അപ്പോൾ പിന്നെയും അടുത്ത ഫുഡിന് വേണ്ടിയിട്ടുള്ള ബൈൽ വേണമെങ്കിൽ നമ്മുടെ ലിവറിന് കൂടുതൽ കൊളസ്ട്രോൾ ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു മെക്കാനിസം സോളബിൾ ഫൈബറിന് ഉണ്ട്. അപ്പോൾ ഇനുലിൻ രണ്ടാമത്തേത് പെക്റ്റിനാണ്. എനിക്കറിയാവുന്നത് രണ്ടാമത്തേത് പെക്റ്റിനാണ്. പെക്റ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്ക, ഉലുവ ഇതിലൊക്കെ ഉള്ളതാണ്. അതിലെ ആ വഴുവഴുപ്പ് ഉണ്ടാക്കുന്ന സാധനം, അതാണ് പെക്റ്റിൻ. പെക്റ്റിൻ നമ്മൾ കഴിച്ചാലും ഇതേപോലെയൊക്കെ തന്നെ ഉണ്ടാകും. അതിനെക്കുറിച്ച് ഉള്ള റിസർച്ച് ഞാൻ ഇതുവരെ കണ്ടില്ല, നോക്കിയില്ല എന്ന സത്യം. അത് ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ടെങ്കിൽ പറയാം. ഈ ഇനുലിൻ്റെ പോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ പെക്റ്റിനുള്ള നമ്മുടെ ഫുഡ് ഒന്ന് വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് ഞെരടി ആ വെള്ളം കുടിക്കുക, വഴുവഴുപ്പുള്ള ആ വെള്ളം കുടിക്കുന്ന ഒരു പതിവുണ്ടല്ലോ. രണ്ടാമത്തേത് ഉലുവ വെള്ളത്തിലിട്ട് വെള്ളം കുടിക്കുന്ന പതിവുണ്ട്. ഉലുവയിൽ വേറെ പല കെമിക്കൽസും ഉണ്ട്. അതും നമ്മുടെ ഡയബറ്റീസ് കുറയ്ക്കാൻ സഹായിക്കും.
മൂന്നാമത് ഒരു സാധനം ആപ്പിളിൽ പെക്റ്റിൻ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ആപ്പിൾ എത്ര എണ്ണം എടുത്ത് തിന്നാല് ഈ വെണ്ടയ്ക്കയുടെ അത്രയും പെക്റ്റിൻ കിട്ടും എന്ന് എനിക്കറിയത്തില്ല. അതിലെ കണ്ടന്റ് കുറവായിരിക്കും. ഇതൊക്കെ ഞാൻ ഇനി നോക്കാം. പിന്നെ ഉള്ള ഒരു സാധനമാണ് കൂഴച്ചക്ക. അതറിയാമല്ലോ, അത് പഴുത്ത് കഴിയുമ്പോൾ വഴുവഴാന്നിരിക്കും. അപ്പൊ വിളഞ്ഞ കൂഴച്ചക്ക പഴുത്ത് കഴിഞ്ഞാൽ മധുരമാകും. മധുരമാകാത്ത കൂഴച്ചക്കയും ഇതുപോലെ തന്നെ പെക്റ്റിൻ ധാരാളം ഉള്ളതാണ്. അപ്പൊ നമുക്ക് എപ്പോഴും കൂഴച്ചക്ക കിട്ടത്തില്ല, കറക്റ്റ് പാകത്തിനുള്ളത് കിട്ടത്തില്ല. അത് ചക്ക പ്രോസസ്സ് ചെയ്യാൻ വലിയ പാടാണ്. പക്ഷെ അതിനൊക്കെ ആയിട്ട് ആണ് മാർക്കറ്റിലുള്ളത് ജാക്ക് ഫ്രൂട്ട് 365. കറക്റ്റായിട്ടുള്ള പാകത്തിനും കറക്റ്റായിട്ടുള്ള രീതിയിലും ചെയ്താലേ ഈ ഇഫക്റ്റ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇത് എന്തായാലും ഒരു സോളബിൾ ഫൈബർ ഉള്ള നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് ഞാൻ പറയാൻ കാരണം വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ സത്യസന്ധനും ക്രെഡിബിളും ആയിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ ജാക്ക് ഫ്രൂട്ട് 365 കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്തതിന്റെ വീഡിയോ ഉണ്ട്. അത് ജാക്ക് ഫ്രൂട്ട് 365ന്റെ വെബ്സൈറ്റിലുള്ളതാണ്, അവരുടെ ഈ യൂട്യൂബ് ചാനലിലുള്ളതാണ്. ഞാൻ എന്നാലും അത് ഇവിടെ അടിയിൽ ഷെയർ ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ 3 ഫൈബറുടെ കാര്യം പറഞ്ഞല്ലോ. ഇനിയും നമുക്കുണ്ട് ഈ വഴുവഴുപ്പുള്ള ഫൈബർ കിട്ടുന്ന ഒരെണ്ണമാണ് നമ്മുടെ ഇസബ്ഗോൾ എന്ന് പറയുന്ന സിലിയം ഹസ്ക്. ഈ സിലിയം ഹസ്ക് അത് ഞങ്ങളുടെ ആയുർവേദ ഗ്രൂപ്പ് പറഞ്ഞ് 1 ടീസ്പൂൺ സിലിയം ഹസ്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഉടനെ തന്നെ കുടിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക. ഈ ഉടനെ തന്നെ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ അതൊരു ജെല്ലാവും, കുടിക്കാൻ പറ്റത്തില്ല. അത് സിലിയം ഹസ്ക് അറിയാലോ, ഇസബ്ഗോൾ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത്, വയറ്റിൽ നിന്ന് പോവാത്തപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് കൊടുക്കുന്നത്. അത് ഓരോ ഭക്ഷണത്തിന്റെയും മുമ്പേ 1 ടീസ്പൂൺ കഴിക്കുക എന്നവര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരെണ്ണമാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് നമ്മൾ വായിലിട്ട് ഒരെണ്ണം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് ജെല്ലുണ്ടാക്കി തലയിൽ തേക്കുമല്ലോ, ഫ്ലാക്സ് സീഡിന്റെ ജെല്ല്. ഫ്ലാക്സ് സീഡൊക്കെ നമ്മൾ വല്ല ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക, അല്ലെ ടോസ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ ചവച്ചരച്ച് തിന്നുക. പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഫ്ലാക്സ് സീഡൊക്കെ ഹോളായിട്ട് അകത്ത് പോയിട്ട് നമുക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, അതിങ്ങനെ ജെല്ലൊക്കെ വീർത്ത് വന്നിട്ട്. പിന്നെ ഒരെണ്ണമാണ് ചിയ സീഡ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം സ്വെല്ലിങ് എല്ലാം ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് തൈരോ വല്ലതും ഇട്ട് കഴിക്കാം. ഈ സാധനങ്ങളെല്ലാം സോളബിൾ ഫൈബർ ഉള്ള നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ ഇനിയും അടുത്തത് സോളബിൾ ഫൈബറിന്റെ കാര്യം പറയുന്നത്, അത് ഉപയോഗിക്കുന്ന രീതി. ഈ ഇനുലിൻ പൗഡർ ഒരു ദിവസം 1 ടീസ്പൂൺ ആണ് അവർ പറയുന്നത്. ഈ 1 ടീസ്പൂൺ ഇനുലിൻ പൗഡർ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെടും. അത് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അത് വേറെ വല്ലതിനകത്ത് ചിലരൊക്കെ തൈര് ഉറയൊഴിക്കുന്ന പാലിൽ കലക്കി വെച്ചിട്ട് അതിൽ ഉറ ചേർത്ത് തൈര് ഉറയൊഴിക്കുക. അപ്പം നല്ല കട്ടിയായിട്ട് വരും. കാരണം ഇനുലിൻ ഈ ബാക്ടീരിയയുടെ ഫുഡാണ്. ഈ സോളബിൾ ഫൈബർ എല്ലാം ബാക്ടീരിയയുടെ ഫുഡ് ആയതുകൊണ്ടാണ് നമുക്കത് ഗുണം ചെയ്യുന്നത്. അത് വയറ്റിൽ ചെല്ലുമ്പോൾ ഈ ജെല്ല് പോലെയുള്ളത് നമ്മുടെ കുടലിന്റെ ബോൾസിലെല്ലാം ആ ജെല്ല് ഒരു കവറിങ് പോലെ വരും. ഫുഡ് എളുപ്പം വലിച്ചെടുക്കത്തില്ല, സ്ലോ ഡൈജഷൻ ആയിരിക്കും, സ്ലോ ആയിട്ട് ഗ്ലൂക്കോസ് കൂടത്തുള്ളൂ എന്നുള്ളത് ഒന്ന്. രണ്ടാമത് ഗട്ട് ബാക്ടീരിയയുടെ ഫുഡ് ആയതുകൊണ്ടും അത് നല്ല ബാക്ടീരിയയെ വളർത്തുകയും നമുക്കുള്ള ഗട്ട് ഡിസ്ബയോസിസ്, അതുകൊണ്ടാണ് നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വരെ പറയുന്നുണ്ട്. നമ്മളെ വളരെയധികം നമ്മുടെ കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഗട്ട് ബാക്ടീരിയ. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യും ഈ ഫൈബർ ഈ സോളബിൾ ഫൈബർ അതിനെ വളർത്തും, നല്ല ബാക്ടീരിയയെ വളർത്തും എന്നുള്ളതാണ് ഒരു റീസൺ. എന്താണ് റീസൺ നമുക്ക് അറിഞ്ഞുകൂടാ. ഫാറ്റി ലിവർ തന്നെ ഗട്ട് ഡിസ്ബയോസിസ് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ജനറ്റിക്സ് അല്ല, നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയ പൂറായതുകൊണ്ടാണ് നമ്മൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ആണെങ്കിലും ഈ സോൾബിൾ ഫൈബർ നമുക്ക് ഉപയോഗമാണ്. ഈ ഇനുലിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബ്ലോട്ടിങ്ങും ഗ്യാസും ഉണ്ടാകും. കാരണം ഇത് വയറ്റിൽ നിന്ന് താഴോട്ട് പോകാതെ അവിടെ ജെല്ലൊക്കെ ഉണ്ടാക്കി നിന്ന് ഫുഡൊക്കെ അവിടെയൊക്കെ നിന്ന് വളരെ പതുക്കെയൊക്കെ പോകുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് പിന്നെ ആ ബാക്ടീരിയ ഒക്കെ ഇതിലൊക്കെ ആക്ട് ചെയ്ത് ബൈ പ്രോഡക്ട്സ് ആയിട്ട് ഗ്യാസ് ഒക്കെ ഉണ്ടാക്കി, അല്ലാതെ ഈ വയറിൽ കിടക്കുന്ന ഫുഡ് ഗ്യാസ് ഉണ്ടാക്കി നമുക്ക് ഭയങ്കര ബ്ലോട്ടിങ് ആൻഡ് ഗ്യാസ് ഉണ്ടാകും എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനുലിൻ കോസ്റ്റ്ലി സാധനം വാങ്ങിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വല്ല ബേക്ക്ഡ് ഗുഡ്സിനകത്തോ അല്ലെങ്കിൽ ഈ ചില യോഗട്ടൊക്കെ ഉണ്ടാക്കാൻ അവർ ഇനുലിൻ ആഡ് ചെയ്യാൻ പറയും. കാരണം ബാക്ടീരിയ കുറവുള്ള ചില സ്റ്റാർട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് വാങ്ങിച്ചു വെച്ചാൽ അത് കട്ടയായി പോവുകയും ചെയ്യും. രണ്ടാമത്തെ സാധനം ജാക്ക് ഫ്രൂട്ട് 365 ആണ്. ജാക്ക് ഫ്രൂട്ട് 365ന്റെ ഞാൻ പറഞ്ഞല്ലോ, അത് കഴിച്ച്
ഫാറ്റി ലിവർ മാറ്റിയ ഒരു IAS ഓഫീസറുടെ വീഡിയോ ഞാൻ ഇതിന്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അദ്ദേഹം ഫാറ്റി ലിവർ മാറ്റാനായിട്ട് അത് കഴിച്ച വിധം അദ്ദേഹം കാണിക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ആണ് ഒരു ദിവസത്തെ ഡോസായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്. 6 മാസം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫാറ്റി ലിവർ മാറി. അപ്പൊ 3 ടേബിൾ സ്പൂൺ അദ്ദേഹം ഒന്നിച്ച് തന്നെ തൈരിനകത്തിട്ട് ഇളക്കി തേങ്ങാപ്പീരയിട്ട് ഉപ്പും കഴിച്ചു. അത് നല്ല രുചിയാണെന്ന് പറഞ്ഞാൽ കഴിക്കുന്നത് കാണിച്ചു. പക്ഷെ 3 ടേബിൾ സ്പൂൺ ഒന്നും എല്ലാവർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് മാത്രമല്ല അവർ പറഞ്ഞിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അറ്റ് എ ടൈം വെച്ചാണ് കഴിക്കേണ്ടത്. ഓരോ മീലിന്റെ കൂടെ, ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ, ലഞ്ചിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ, ഡിന്നറിന്റെ കൂടെ 1 ടേബിൾ സ്പൂൺ. അപ്പൊ 1 ടേബിൾ സ്പൂൺ നമുക്ക് ഏത് വിധത്തിലും കഴിക്കാം. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതായിരിക്കാം നല്ലത്. അത് നമ്മൾ ഇതുപോലെ തൈരിനകത്തിട്ട് തേങ്ങാപ്പീര ഇട്ടൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ മോരിനകത്ത് കലക്കി കുടിക്കാം. നമ്മളൊന്നും അറിയത്ത് പോലുമില്ല. ലഞ്ചിനും ഡിന്നറിനും ഏതെങ്കിലും വിധത്തിൽ, ഡിന്നറിനൊക്കെ നമ്മളെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ മാവിലിട്ട് കുഴച്ച് കഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഒരു ആൾക്ക് വരണം. അസുഖമുള്ളവര്, ഫാറ്റി ലിവർ ഉള്ളവർക്ക് മാത്രം ഉപയോഗിച്ചാലും മതിയാവും. അപ്പൊ അങ്ങനെ നമുക്കത് കഴിക്കാം. പക്ഷെ ഇതിനും ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ടായി. ചിയ സീഡ് എനിക്ക് ഗ്യാസ് ഉണ്ടാക്കിയില്ല. ഫ്ലാക്സ് സീഡും ഗ്യാസ് ഉണ്ടാക്കാറില്ല. ഇതൊക്കെ കുതിർന്നിട്ട് ചെല്ലുന്നത് കൊണ്ടാവാം. ജാക്ക് ഫ്രൂട്ട് 365 നമ്മൾ ഒരു പക്ഷേ ഇളക്കി അതവിടെ വെച്ച് അത് നല്ലതായിട്ട് കുതിർന്ന ശേഷം കഴിച്ചാൽ ഒരു പക്ഷേ ഗ്യാസ് കുറഞ്ഞിരിക്കുമായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ അടുത്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ സോളബിൾ ഫൈബർ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഗട്ട് ബാക്ടീരിയ ബാലൻസ് ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ഫൈബർ കഴിച്ചു തുടങ്ങുമ്പോൾ അല്പാൽപമായിട്ട് കഴിച്ച് കൂട്ടിക്കൊണ്ടുവരണം. ആദ്യം 1 ടീസ്പൂൺ 3 നേരം കഴിച്ച്, പിന്നെ 2 ടീസ്പൂൺ 3 നേരം കഴിച്ച്, പിന്നെ 3 ടീസ്പൂൺ ജാക്ക് ഫ്രൂട്ട് 365 ആണെങ്കിൽ 3 ടീസ്പൂൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ 1 ടേബിൾ സ്പൂൺ വെച്ചാകും. അങ്ങനെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ 15 ഗ്രാം, 1 ടീസ്പൂൺ 5 ഗ്രാം. അപ്പൊ അങ്ങനെ നമുക്ക് കഴിക്കാം. കഴിച്ച് ശീലിച്ച് നോക്കാം. വേറെ അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇത്രയുള്ള ബിറ്റ്സ് ആയിട്ട് അരിഞ്ഞിട്ട്, ഈ വഴുവഴുപ്പുള്ള വെള്ളം കുടിക്കുകയല്ല ചെയ്യുന്നത്, ഇത്രയുള്ള ബിറ്റ്സ് ആയിട്ട് അരിഞ്ഞിട്ട് വെണ്ടയ്ക്കകത്ത് ചുമന്നുള്ളി തൊലിച്ചിടും ഫുള്ളായിട്ട്. ആ ചുമന്നുള്ളിക്കകത്ത് ഇനുലിനുണ്ട്. ഇതും പച്ചമുളക് കീറിയിടും. അതിൻ്റെ കൂടെ കുരുമുളക് ചതച്ചിടും, മഞ്ഞൾപ്പൊടി ഇടും. ഇതെല്ലാം ഇട്ടിട്ട് ഇതിനെ ഉപ്പിടും, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇട്ടിട്ട് ഇതിനെ അല്പം ഒന്ന് പുഴുങ്ങിയെടുക്കും. എന്നിട്ട് ഇച്ചിരി ബട്ടറോ വല്ലതും ഇട്ടൊന്ന് ഇളക്കി അത് തിന്നും. അത് നല്ല ടേസ്റ്റിയാണ്. അവിടെ നമുക്ക് സോളബിൾ ആൻഡ് ഇൻസോളബിൾ ഫൈബർ ആ വെണ്ടയ്ക്കായിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ അനേകം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമ്മളുടെ ഇത് കാണും. എനിക്ക് തോന്നുന്നു വഴുതനങ്ങ ഒരു വഴുവഴുപ്പാണല്ലോ, വഴുതനങ്ങ കാണും. അങ്ങനെ പല ഹെൽത്തി ഫുഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫുഡ് പ്രൊഫൈൽ മാറ്റുക. അതിനകത്ത് പ്രോട്ടീൻ കൂട്ടുക, ഫൈബർ കൂട്ടുക. പിന്നെ നമ്മൾക്ക് എക്സസൈസ് കൂട്ടുക. എക്സസൈസ് കൂട്ടിയപ്പോൾ അതിനകത്ത് കാർഡിയോ മാത്രമല്ല, നമ്മൾ എയറോബിക്സും അതുമാത്രമല്ല മസിൽ ബിൽഡിംഗ് എക്സസൈസസ് ജെന്റിലായിട്ടുള്ളത് ചെയ്യുക. നമുക്ക് എൽഡർലിക്കും ഓവർ 40ക്കും ഓവർ 50ക്കും ഒക്കെ ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ എക്സസൈസസ് പറയുന്നുണ്ട്. ജെന്റിൽ എക്സസൈസസ് ചെയ്യാം. ഗ്രാജുവൽ റിസൾട്ട്സ് ആണ് കിട്ടുക. ഇതിനൊന്നിനും ഇൻസ്റ്റന്റ് റിസൾട്ട് ഇല്ല. നമ്മൾ ഇൻസുലിൻ കുത്തിവെച്ചാൽ 300 ആയിരുന്നത് പെട്ടെന്ന് 50, ചിലപ്പോൾ അത് റിസ്ക് ആണ്, നമുക്ക് 100, 120 ഒക്കെ ആവും. അതുപോലെയുള്ള റിസൾട്ട്സ് ഈ ഡയറ്ററി ഇന്റർവെൻഷൻ കൊണ്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും പ്രതീക്ഷിക്കേണ്ട. ഗ്രാജുവൽ ആയിട്ട് 6 മാസം കൊണ്ടാണ് ഈ പറഞ്ഞ ആളിന്റെ ഫാറ്റി ലിവർ റിവേഴ്സ്ഡ് ആയത്. അതുപോലെ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് റിസൾട്ട് ഉണ്ടാകും. അതായത് ഫുഡിന്റെ കോമ്പസിഷൻ മാറ്റുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക, പ്രോട്ടീൻ കൂട്ടുക, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതിരിക്കുക, പിന്നെ എക്സസൈസ് ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കുക. സ്ട്രെസ് കുറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത് നമുക്ക് പാട്ട് കേൾക്കാം, പാട്ട് കൂടെ പാടാം. പാടുന്നത് സ്ട്രെസ് കുറയ്ക്കും. ബ്രീതിങ്, പ്രാണായാമ ചെയ്യാം. അത് ഓൺലൈൻ ഒരുപാടെണ്ണം ഉണ്ട്. 4ാമത് എന്തെങ്കിലും ഒരു ഹോബി ഡെവലപ്പ് ചെയ്യാം, ജേർണലിങ് ചെയ്യാം. അന്നന്നത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെക്കാം. ഇതെല്ലാം നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ ഉപയോഗിക്കാം. പിന്നെ സ്ലീപ്പ് എൻഷുർ ചെയ്യുക. അത് എനിക്ക് കൂടുതലൊന്നും പറയാൻ ഒക്കത്തില്ല. ജോലി അനുസരിച്ച് ചിലപ്പോൾ സ്ലീപ്പൊക്കെ നമുക്ക് ഇടയിപ്പോഴും ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറങ്ങാനൊന്നും പറ്റിയെന്ന് വരികയില്ല. ജെനറ്റിക്സിനെ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. പിന്നെ പൊല്യൂഷൻ നമുക്ക് ഇതുപോലെ ഫാറ്റി ലിവർ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹോർമോൺസിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന പല കെമിക്കൽസ് ഉണ്ട്. എൻവയൺമെന്റിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുകയില്ല എങ്കിലും ഓരോ
എപ്പോഴും നിങ്ങൾ വാങ്ങിക്കുന്ന ഫുഡ് പാക്കറ്റിന്റെ പുറകിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാൻ വയ്യാത്ത ഒരു 1000 സാധനങ്ങൾ അതിൽ കാണും. ഞാൻ ഈയിടെ ഒരു സ്റ്റീവിയ വാങ്ങിച്ചു. ഞാനിത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ആ സ്റ്റീവിയയിലുള്ള സാധനങ്ങൾ കണ്ട തല ഇറങ്ങിപ്പോവും. സ്റ്റീവിയ എത്ര കുറെ ഉണ്ട് എങ്കിലും സ്റ്റീവിയ എന്ന് പറയുന്നത് പൗഡർ ഫോമിലാണോ ലിക്വിഡ് ഫോമിലാണോ അതിലുള്ളതെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അതിനെ ഒരു ഗുളിക പോലെ ആക്കാനായിട്ട് അതിൽ ഒരുപാട് സാധനങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ കൂടെ വേറെ ഒരു പ്രധാന കാര്യമുണ്ട്. അതാണ് മൈക്രോ ന്യൂട്രിയൻസ്. നമ്മൾക്ക് വേണ്ടുന്ന മിനറൽസും വൈറ്റമിൻസും അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഞാൻ ഒരൊറ്റ ഫുൾ വീഡിയോ വെച്ച് തന്നെ പറയാം. ഇപ്പോൾ ഇത്രയും കൊണ്ട് നിർത്തുന്നു, അല്ലെങ്കിൽ ഇത് ടു ലോങ് ആയിപ്പോകും. മൈക്രോ ന്യൂട്രിയൻസിന്റെ കാര്യവും അതിനെക്കുറിച്ചൊക്കെയുള്ള പല ഗവേഷണങ്ങളെക്കുറിച്ചും ഞാൻ പുറകെ പറയാം. ഇതിൻ്റെ അടിയിൽ കുര്യൻ സാറിൻ്റെ വീഡിയോയുടെ ലിങ്കും തരാം. അപ്പോൾ ഇത്രയും കൊണ്ട് ഇവിടെ നിർത്തുന്നു. ഇനിയും എത്രയും എളുപ്പം മൈക്രോ ന്യൂട്രിയൻസിന്റെ കാര്യം നമ്മൾക്ക് നമ്മുടെ ഫുഡിലെ മാക്രോ ന്യൂട്രിയൻസ് ആണ് പറഞ്ഞത്. സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. അതിൻ്റെ കൂടെ ഉള്ള ഒരു 4ാമത്തെ മാക്രോ ന്യൂട്രിയൻ്റ് ആയിട്ട് ഇപ്പോൾ കണക്കാക്കുന്നതാണ് ഫൈബർ. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ചെറിയ ചെറിയ അളവിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളും അതൊക്കെ എവിടെയൊക്കെ കിട്ടും എന്നുള്ളതും പിന്നെ പറയാം. അപ്പോൾ നന്ദി, നമസ്കാരം. കാണുക, നല്ലതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് പറയണം. അല്ലെങ്കിൽ ഞാനിങ്ങനെ വെറുതെ വായിട്ടലൊക്കെയാണെന്ന് എനിക്ക് തോന്നും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വേറെ അഫിലിയേറ്റ്സ് ഒന്നും എടുക്കുകയോ കാശുണ്ടാക്കുകയൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ക്യൂരിയോസിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നു. നിങ്ങൾക്ക് ക്യൂരിയസ് ആണെങ്കിൽ നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് വെച്ച് പറയുന്നു. നന്ദി, നമസ്കാരം.